ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു KGF Nick. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, താഴേക്കുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് പാർട്ട് 1 ആണ്. ഇനി ഉണ്ടാവും എപ്പിസോഡ്. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്താലാണ് ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ ഇടാൻ പറ്റുള്ളൂ. പ്ലീസ് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കൊക്കെ ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം വുഡൊക്കെ വെട്ടാം. വുഡ് വെട്ടി തുടങ്ങാം. ഇവിടെ ഒരു വുഡ് പോലും ഇല്ല. വില്ലേജ് എന്നാ ലക്ക വില്ലേജ് നമുക്ക് വില്ലേജ് കിട്ടി ഗൈസ്. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നടാ നീ എന്താണ് തരുന്നത്? ഇത് തന്നെ ലൂറ് വല്ലാണ്. നമുക്കിപ്പോൾ എല്ലാ ജസ്റ്റൊക്കെ തുറക്കാം. എല്ലാം ലൂട്ട് കിട്ടുമായിരിക്കും. എന്നിട്ട് നമുക്ക് മരം മുറിക്കാൻ പോകാം. ഇവിടെ ഒരു ജസ്റ്റ് പോലും ഇല്ല. ഇവിടെ ജസ്റ്റ് ഇല്ല. ഇവിടെയും ജസ്റ്റ് ഇല്ല. പിന്നെ ഒന്നുകൂടെ പോയി നോക്കിട്ടെ. ഇവിടെ എന്തായാലും ജസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഈ വീട്ടിലുണ്ടോ? അയൺ കൂളം ഈ വീട്ടിൽ ജസ്റ്റ് ഉണ്ടോ? ഈ വീട്ടിൽ ജസ്റ്റ് ചാൻസ് ഉണ്ട്. ഇവിടെ ഇല്ല ഗൈസ്. നമ്മൾ ചതിച്ചിരിക്കുന്നു. ഇവിടെ ഒന്നുപോലും ഇല്ല. ഈ വീട്ടിൽ എന്തായാലും ഉണ്ടാവില്ല. ജസ്റ്റ് ഇത് വലിയ വില്ലേജ് കേട്ടോ. കുറേ വില്ലേജ് ഇവിടെയും ഇല്ല. ഒരു സ്ഥലത്ത് ആ വീട്ടിലുണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ വീട്ടിലുണ്ടാവുമോ? ഉണ്ടാവുമോ? ഫസ്റ്റ് ഇനി ഈ വീട്ടിലുണ്ടാവും നോക്കട്ടെ. ഇവിടെ ഉണ്ടാവില്ല. ഇവിടെയും ഇല്ല. എന്താണ് ഗൈസ് ഒരു സ്ഥലത്ത് പോലും ജസ്റ്റ് ഇല്ലാത്ത? എന്തായാലും ആ വീട്ടിലെ ജസ്റ്റ് ഉണ്ട്. അവിടെ ഒരു വീട് കണ്ടില്ലെന്ന്. ഫർണസിൻ്റെ ഇവിടെയും ഒന്നുമില്ല. എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഒരാളായിരുന്നു. ഇവിടെ ഇട്ടൊരു വീടില്ല. അതിൻ്റെ ഉള്ളിൽ എന്തായാലും ജസ്റ്റ് ഉണ്ടാവും. ഈ വീടിൻ്റെ ഉള്ളിൽ എന്തായാലും ജസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളതാണ്. ഈ മൂലൊക്കെ ഇട്ട് ഗൈസ് അയൺ ടൂൾസ്, അയൺ പാൻ എല്ലാം പോകട്ടെ. ഓക്കെ, തുടങ്ങണേക്ക് മുമ്പ് എല്ലാം അയണായി. ഇതൊക്കെ അത്രേ ഉള്ളൂ. എല്ലാം അയൺ. ഇവൻ്റെ എന്നാല് 10 എമ്മനോട് കൊടുത്തു കഴിഞ്ഞാൽ സ്മിത്താണ്. കുഴപ്പമില്ല. നമ്മുടെ ആനകളൊക്കെ കിട്ടി. ഇതൊക്കെ നമുക്ക് അയൺ ഗോളം ഇതിനെ കിൽ ചെയ്യാനുണ്ട്. ബ്ലോക്ക് എടുക്കും. ഒരു 3 ബ്ലോക്ക് 4 ബ്ലോക്ക് ഇരിക്കട്ടെ. അയൺ ഗോളം എന്തി അതേ ഇരിക്കണം. അടിക്കണോ അതോ അടിച്ച് നമ്മൾ ചത്തു പോയി കഴിഞ്ഞാൽ അത് വേറെ. നമുക്ക് റിസ്ക് എടുക്കണോ? ആദ്യം നോക്കട്ടെ. അയ്യോ, ഇവിടെ എല്ലാം ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ചത്തു പോയി കഴിഞ്ഞാൽ അയൺ ഗോളം ടാറ്റ.
പക്ഷെ എനിക്കുണ്ട്, അതാണ്. അല്ലെങ്കിൽ ഞാൻ കൊല്ലത്തില്ല. ഇച്ചിരി ബ്ലഡ് കിട്ടിയോ? അതിനകത്തുണ്ട് തോന്നുന്നു. ഓക്കെ, 10 ഫുൾ ആർമർ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഓ, അത് ഇതാണ്. നമുക്കിവിടെ എല്ലാം റീസ്പോൺ ചെയ്യണം. നമുക്കിവിടെ റീസ്പോൺ സെറ്റ് ചെയ്യാം. ഇവിടെ ഈ വീട്ടിൽ നമുക്ക് റീസ്പോൺ സെറ്റ് ചെയ്യാം. റീസ്പോൺ സെറ്റ് ആയോ? ഓക്കെ. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിളാണ്. ഇവിടെ ഒരു മരം പോലും ഇല്ല. നമുക്ക് ഈ വില്ലേജിൻ്റെ ഈ വീട് അതെ, അവിടെ മരമുണ്ട്. ആ മരം വേണമെങ്കിൽ പിക്കാക്സ് ഉണ്ടാക്കണമെങ്കിൽ ഇതും വേണം. എനിക്ക് വില്ലേജറിൻ്റെ മരം പൊളിക്കാൻ തോന്നുന്നില്ല. വില്ലേജറിൻ്റെ വീടൊക്കെ ഉണ്ടാക്കിയ മരം. ഞാനത് കാരണം ക്രാഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഗൈസ്, മരം മുറിച്ചു. ഇനിയിപ്പോൾ ടേബിൾ, ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി. ഇച്ചിരി സ്റ്റിക്സ്. ഇനി ഇത് ഇവിടെ വെക്കണം. എന്നിട്ട് നമുക്ക് ആക്സ് ഉണ്ടാക്കാം. ആക്സും നമുക്ക് ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് ഇതെടുത്ത് ഇവിടെ വെക്കണം. ഇതെടുത്ത് ഇവിടെ വെക്കണം. നമുക്കിത് ഓക്കെ. ഡയറക്റ്റ് ആണെങ്കിൽ എടുത്ത് വെച്ചാൽ ഓക്കെ. നമുക്ക് മരം മുറിക്കാൻ പോകാം. ആദ്യം തന്നെ ഈ മരം മുറിക്കാം. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടി. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഫുള്ള് അയൺ ടൂൾസ്. അങ്ങനെയാണ്. നിൽക്കുന്നു. നമുക്ക് ആർമർ ഉണ്ടാക്കാം. 4 ഹെൽമെറ്റ്. ഹെൽമെറ്റിന് ബൂട്ടുണ്ടാക്കാൻ പറ്റും. നമുക്കുണ്ടോ? അയ്യേ, വെറുതെ തന്നെ 4 അയൺ കളഞ്ഞ്. ഇനി ഇത് കളയണ്ട. ഇവിടെ വെക്കും. അയൺ പോയി. അയൺ അങ്ങനെ പോയി കിട്ടി. ഞാൻ ബൂട്ടുള്ള ഞാൻ വിചാരിച്ചു. എനിക്കെന്തോ ഹെൽമെറ്റ് ഇല്ല, എന്തോ കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. ഇത് പൊട്ടിപ്പോവോ? ഓക്കെ, നമുക്ക് വുഡ് കിട്ടി. ഇല്ലോണവേ ഇത് പോയി കിടക്കണം. ഫസ്റ്റ് നൈറ്റാണിത്. അപ്പം നമുക്ക് ഇത് ഒക്കെ എല്ലാം വെട്ടിയെടുക്കാം. 19 വുഡായോ? ഇത് വെട്ടിയെടുക്കണം. പോയി കിടന്നുറങ്ങാം. നൈറ്റായി. ഏതെങ്കിലുമൊക്കെ ബെഡൊക്കെ കിടന്നുറങ്ങിയാൽ പോരെ. ഒരു ബെഡിൽ തന്നെ കിടന്നുറങ്ങണമെന്നൊന്നുമില്ല. മനസ്സിലായില്ലേ? നമുക്ക് ഏത് ബെഡ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിലായിരിക്കും ഞാൻ ചിലപ്പോൾ അയൺ ഹണ്ട് ചെയ്യാൻ പോണത്. അയണെല്ലാം എടുക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അടുത്ത ദിവസമായിരിക്കും. അടുത്ത ദിവസമല്ല, അടുത്ത എപ്പിസോഡിലായിരിക്കും. ഇവിടത്തെ എല്ലാം ഇതും വെട്ടി. ഇനിയിപ്പോൾ അടുത്തെല്ലാം വെട്ടിയില്ല, വെട്ടി. ഇനിയിപ്പോൾ നമുക്ക് ഇച്ചിരി ഫുഡൊക്കെ അവിടെ നിന്ന് എടുത്താണ്. അതിനിപ്പോൾ
ഇത് ഓക്കെ. വഴി തന്നെ ചാടിപ്പോകാൻ പറ്റുമോ? ചാടി ഇല്ല എന്നാണ് അമ്മ പറയണം. നമുക്കിവിടെ ഇത് ടേബിൾ വെക്കണം. നമുക്ക് ഉണ്ടാക്കാൻ വെക്കുന്നത് ഇച്ചിരി വുഡ് അല്ല, ഇച്ചിരി വീറ്റ് ഇച്ചിരി എടുക്കണം. ഇച്ചിരി ബ്രെഡ് ഉണ്ടാക്കണം. എന്നിട്ടാണെങ്കിൽ നമുക്ക് പിന്നെ വുഡ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഓക്കെ, എന്നിട്ടാണെങ്കിൽ നമുക്ക് ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കണം. ഓക്ക് പ്ലാങ്ക് എല്ലാം നമുക്ക് എത്രയോ സ്റ്റാക്കുകൾ കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 2.5 സ്റ്റാക്ക് നമുക്ക് എന്താ അങ്ങനെയൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇത് തിന്നോട്ടെ. വോമിറ്റ് തിന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് തന്നെ ബ്രെഡൊക്കെ ഉണ്ട്. ബ്രെഡ് ഉണ്ടാകണം. ഇപ്പം നോക്കട്ടെ. ഇനി നമുക്ക് 2 ചെസ്റ്റ് അങ്ങ് ഉണ്ടാക്കിയേക്കാം. എൻ്റെ അന്നേക്ക് ഈ വടി സ്റ്റീക്ക് ഇത് വെച്ചേക്ക് 2. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കോല് ഇത് വെച്ചേക്ക് ഇത്ര വെച്ച് നമുക്ക് ഈ ഒരു സ്റ്റാക്ക് കൂടെ വെക്കാം. ഈ വുഡ് കൂടെ വെക്കാം. എന്നിട്ട് നമുക്ക് ഈ പിക്കാക്സ് കൂടെ വെച്ചേക്കാം. ഇതിനാണ് നമുക്കൊരു കുഴിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിലടിയിൽ കല്ല് നമുക്കൊരു നമ്മൾ സ്റ്റോൺ ഏരിയ നിൽക്ക് അവിടെ കല്ല് വെക്കും. ഇനി ഇവിടെ ഫുള്ള് കുഴിയുടെ കുഴി കുഴിച്ച് ഇച്ചിരി സ്റ്റോൺ എടുക്കുകയാണ്. കോപ്പറൊന്നും വേണ്ട എനിക്ക്. ഓക്കെ സ്റ്റോൺ എടുക്കണം. ഇതൊക്കെ മതി. അപ്പോൾ ഗൈസ് ഇപ്പം തന്നെ ഭയങ്കര ലേറ്റ് ആയേക്കുവാണ്. ഇനിയിപ്പോൾ ഞാൻ നാളെ അടുത്ത ദിവസം വീഡിയോ എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണം. അറിയാലോ, ഇനിയിപ്പോൾ ഒന്നും പറയണ്ട. അപ്പോൾ എല്ലാവർക്കും ബൈ.